കാനഡയ്ക്കും ജസ്റ്റിൻ ട്രൂഡോയ്ക്കും കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയോടെ കളിക്കാൻ വന്നതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയാണ് സത്യം, കാനഡയും ജസ്റ്റിൻ ട്രൂഡോയും അസത്യമാണെന്നുമാണ് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതായത് കാനഡ അന്ന് ജസ്റ്റിൻ ട്രൂഡോ ആണ് പറഞ്ഞത് ഹർദീപ് സിംഗ് നിജ്ജറുടെ വധത്തിൽ ഭീകരനാണ്, മരിക്കപ്പെടേണ്ട അർഹതയുള്ളവൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പച്ചയായിട്ട് വിളിച്ചങ്ങ് പറഞ്ഞത്. അവരെ രാഷ്ട്രീയത്തോടു കൂടി ഖലിസ്ഥാൻ തീവ്രവാദികളെ മുഴുവൻ വളർത്തുന്നത് അവരാണ്, തീറ്റിപ്പോറ്റുന്നു അവരാണ്, അവർക്ക് പണത്തിൻ്റെ ഹുങ്കു നൽകുന്നു അവർ തന്നെയാണ്, പണം നൽകുന്നു അവർ തന്നെയാണ്, ഖലിസ്ഥാൻ വാദത്തിന് ഊർജം നൽകുന്നു അവർ തന്നെയാണ്. ഇതെല്ലാം തെറ്റും ചെയ്തിട്ട്, അതുപോലെ തന്നെ കനിഷ്ക അപകടം കാനഡയിൽ നടന്നതാണ്, കാനഡയിൽ ആസൂത്രണം ചെയ്യപ്പെട്ടതാണ്, കാനഡയിലുള്ളവർ നടത്തിയതാണത്. ഇതിൻ്റെ എല്ലാം ഭാരം വഹിക്കുന്ന ഇന്ത്യ വളരെ മര്യാദ കാണിച്ചു, ഒരു സൗഹൃദ രാഷ്ട്രമെന്നുള്ള ഒലിവില കാണിച്ചു. ആ ഇന്ത്യയുടെ നേർക്കാണ് ജസ്റ്റിൻ ട്രൂഡോ G20 ഉച്ചകോടി കഴിഞ്ഞിട്ട് മടങ്ങിയതേ ഉള്ളൂ അദ്ദേഹം. ആ അവസരത്തിൽ തന്നെ ഇന്ത്യക്ക് നിജർ എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിലെ വരുന്ന സിഖ് ജനത അവരുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് NDP എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട് അവരുടേതായിട്ട്, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, അവരുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം അധികാരത്തിൽ തുടർന്നു. അവരുടെ പ്രീതി പിടിച്ചു പറ്റാനായിട്ട് തൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഇന്ത്യയുടെ ഈ കുബുദ്ധി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇന്ത്യ നടത്തിയ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വരുത്തി തീർത്തുകൊണ്ട് തനിക്ക് അതിൽ നിന്ന് കുറ്റവിമുക്തനാവാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ശ്രമം നടത്തിയെന്ന് മാത്രമല്ല, ഈ തെളിവുകൾ എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നവ ഇന്ത്യക്ക് കൈമാറാതെ നേരെ അമേരിക്കയ്ക്ക് കൊടുത്തു. അമേരിക്കയിലെ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്നത് കിട്ടിയ പാതി കിട്ടാത്ത പാതി അത് അന്വേഷിക്കാതെ പ്രസിദ്ധം ചെയ്തു. വാസ്തവത്തിൽ ആ പത്രത്തിനെതിരെ കൂടി മാനനഷ്ടത്തിന് ഇന്ത്യ കേസ് കൊടുക്കേണ്ടതാണ്. ഒരു രാഷ്ട്രത്തെ അപമാനിച്ചുകൊണ്ട് ഈ ഒരു പത്രസ്ഥാപനം, പേരുകേട്ട പത്രസ്ഥാപനമാണത്, ആ സ്ഥാപനം ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ എന്ന് മാത്രമല്ല, ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി അന്ന് അവിടെ ഭരണം നടത്തിയിരുന്ന ജോ ബൈഡനും ഇതിനെ പിന്താങ്ങി. ഇതുമാത്രമല്ല, ഈ കോമൺ ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുന്ന ഏതാനും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും ചേർന്നുള്ള ഒരു സംഘമുണ്ട്, അവരും ഇത് ശരിയാണെന്ന് പറഞ്ഞു. ഇവരെല്ലാം സമാധാനം പറയണം. ഇപ്പോൾ ഒടുവിൽ ആഴത്തിൽ അന്വേഷിച്ചത് നമ്മളാരുമല്ല, ഇന്ത്യയല്ല, കാനഡയിലെ തന്നെ അവരുടെ ജനാധിപത്യ പ്രക്രിയയിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുണ്ടോ, അതാണ് ടേംസ് ഓഫ് റെഫറൻസ്. അത് അന്വേഷിച്ച സംഘടനയാണ് കണ്ടെത്തിയത് ഇന്ത്യക്ക് ഇത് പങ്കുണ്ട് എന്നുള്ളത്. അതിനെ ഇത്ര നാളായിട്ട് അന്വേഷിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടും ഞങ്ങൾക്കൊരു തുമ്പും തെളിവും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, പര്യവേക്ഷണം നടത്തിയതിന് ശേഷം മാസങ്ങളോളം നീണ്ട പര്യവേക്ഷണത്തിന് ശേഷം എണ്ണയുടെ ഒരു തുള്ളി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. കേരളത്തിലുമൊക്കെ പെട്രോൾ ഉണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ആ പര്യവേക്ഷണത്തിൻ്റെ ഒടുവിൽ തെളിഞ്ഞ കാര്യം സത്യം, പച്ചയായ സത്യമാണ് ഈ പറഞ്ഞ കാര്യം. ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരു ലോജിക്കലായിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് ഇതിന് തെളിവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു തെളിവുമില്ലാതെ ഒരു രാഷ്ട്രത്തലവൻ ഇങ്ങനെ പറയാൻ പാടില്ല. അത് ജനീവ ഉച്ചകോടിയുടെയും ഐക്യരാഷ്ട്ര സഭയുടെയും മാനം മര്യാദകളുടെയും, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മാനം മര്യാദകളുടെ ഒരു ഭാഗമാണ്. ഒരു രാഷ്ട്രത്തിനെതിരെ അടിസ്ഥാനരഹിതമായിട്ട് നമ്മുടെ അരവിന്ദ് കേജ്രിവാൾ കേന്ദ്രത്തിന് എതിരെ ഉന്നയിക്കുന്ന പോലെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. രാഷ്ട്രങ്ങൾ തമ്മിൽ വിഷം കലക്കി അതെ എന്നൊക്കെ പറയുന്നത് പോലെ ഈ രാജ്യമാണ് കൊന്നത് എന്നിങ്ങനെ നമ്മളിപ്പോൾ അയൽപക്കക്കാർ തമ്മിൽ പറയും, നീ എനിക്ക് കൈവശം തന്നടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം. ഈ ചെന്താമരയ്ക്ക് പറയാം, അവൾ എനിക്ക് കൈവശം തന്നുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രത്തലവൻ അങ്ങനെ പറയാൻ പാടില്ല. നയതന്ത്ര ബന്ധങ്ങൾക്കും വിരുദ്ധമാണ്. ഇന്ത്യ പ്രത്യേകിച്ചും കാനഡയുടെ ഒരു ശത്രുരാജ്യമായ ചൈന പോലും ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കാറില്ല. അത്ര വൃത്തികെട്ട ഭാഷയിലാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന സിഖുകാരുടെ ചങ്ങാത്തക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോയി NDP വഴി ഇത്രയൊക്കെ പറഞ്ഞിട്ടും NDPയെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല. NDP അദ്ദേഹത്തിൻ്റെ മുന്നണി വിട്ടുപോയി. അദ്ദേഹം ഇപ്പോൾ ഒരു പാവ ഗവൺമെൻറ്റാണ്, ഭൂരിപക്ഷമില്ല. എന്നിട്ട് കുതന്ത്രത്തിലൂടെ ഈ മാർച്ച് വരെ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉള്ള പരിഷ്കാരങ്ങളാണ് അദ്ദേഹം ചെയ്തതോടെ ഭരണത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുകയാണെന്ന് പച്ച മലയാളത്തിൽ പറയാം. ആ രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കിക്കോണം ആ കാവ്യനീതി. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് ഹിൻഡൻബർഗിനെ കൊണ്ടും ജോർജ് സൊറോസിനെ കൊണ്ടും ഇന്ത്യയിൽ
ഭരണം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയ ജോ ബൈഡനും പോയി, പൊട്ടിപ്പാളീസായി. അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയും പൊട്ടിപ്പാളീസായി. കമലാ ഹാരിസിൻ്റെ മുഖത്തെ ഒരു ചമ്മൽ കാണണം തോറ്റതിന് ശേഷം. അത്ര ചമ്മി നാശമായി. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇതേ ചമ്മൽ തന്നെയാണ് ഇപ്പോൾ മുഖത്തുള്ളത്. നശിച്ചു നാറാണക്കല്ല് വെച്ചു ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളല്ല. അതിൻ്റെ ചങ്ങാത്തക്കാരനാണ് ഇന്ത്യയുടെ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചമ്മലും ഇതുപോലെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതോടുകൂടി ഈ ചമ്മൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാനും കഴിയും. ആ സ്ഥിതിയിലേക്ക് പോയിരിക്കുകയും ഇന്ത്യ എന്ന് പറയുന്നത് ആ രാജ്യം പറഞ്ഞത് ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളതാണ്, സത്യസന്ധമായിട്ടുള്ളതാണ് എന്നുള്ളത് വരികയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കൊടുത്തില്ല. ആ സ്റ്റേറ്റ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ് അവർ പറഞ്ഞത് തെറ്റാണെന്ന്. അതാണ് ഇതിൻ്റെ പ്രസക്തി. കാനഡ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം തന്നെ സമ്മതിച്ചിരിക്കുന്നു അവർ ഇന്ത്യയെ പറ്റി പറഞ്ഞത് തെറ്റാണെന്ന്. അതാണ് വന്നിരിക്കുന്നത്. അത്ര വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള സംഭവം, ലഭിക്കേണ്ട വാർത്താ പ്രാധാന്യം നമ്മുടെ ഈ പത്രങ്ങൾക്ക് ദേശസ്നേഹം വളരെ കൂടുതലായി പോയതുകൊണ്ട് വന്നിട്ടില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മോഡിയും ഇന്ത്യയും ഒന്ന് തകർന്നു കാണാൻ ആഗ്രഹിക്കാത്ത പത്രങ്ങൾ എണ്ണത്തിൽ വളരെ ചുരുക്കമാണിപ്പോൾ. അപ്പോൾ ആ സ്ഥിതിയിൽ അവർ ഈ അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും ഒക്കെയാണ് ഓശാന വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്തോ ജനാധിപത്യമില്ലാത്ത എന്തോ രാജ്യമായിട്ട് വരുത്തി തീർക്കാനുള്ള ഒരു ത്വര നമ്മുടെ ബുദ്ധിജീവികൾക്കിടയിലും പരക്കെ സ്പഷ്ടമായിട്ട് കാണാനുണ്ട്. ഇന്ത്യയെ എങ്ങനെയെങ്കിലും ഒന്ന് മോശമാക്കുക. മറ്റൊന്നുമല്ല, ആങ്ങളെ ചത്തിട്ടായാലും നാത്തൂൻ്റെ കണ്ണീര് കാണണമെന്നുള്ള വ്യാമോഹം പോലെ ഈ മോദിയുടെ കണ്ണീരൊന്നും കാണണം ഇന്ത്യയെ മോശമാക്കിയിട്ട്. വേറൊന്നും കാണുന്നില്ല. അഴിമതിയിൽ വ്യക്തത്തെ പിടിക്കാൻ പറ്റുന്നില്ല, അസത്യം പറഞ്ഞതിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കാനഡയിലെ കൊന്നത് മോദിയുടെ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ അത് വെച്ചുകൊണ്ട് അവർ എന്തിനു ചെയ്തു എന്നും പറഞ്ഞ് ചോദ്യം ചെയ്തേനെ. അത്രയ്ക്കൊണ്ട് ദേശം കനിഷ്ക വിമാനത്തിൽ മരിച്ച ആൾക്കാരെ കുറിച്ചല്ല അവർക്ക് ഓർമ്മ. ഈ ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറയുന്ന കൊടും ഭീകരൻ, അത്തരം ഒരു കൊടും ഭീകരൻ ഭൂമുഖത്തില്ലാതായാൽ അതുകൊണ്ട് മാനവരാശിക്ക് മുഴുവനാണ് നേട്ടം. അത്തരം കൊടും ഭീകരന്മാർ ഭൂമിയുടെ ഭാരം കൂട്ടുന്നവരാണ്. ആ ചെയ്തത് ആരായാലും അയാൾ ചെയ്തത് പുണ്യപ്രവൃത്തി തന്നെയാണ്. ഇതുപോലുള്ള ഭീകരന്മാരെ വകവരുത്തിയാൽ മാത്രമേ ഈ ലോകത്ത് സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂ. ചെന്താമരയെ പോലുള്ള ആൾക്കാർ ഈ ഭൂമിക്ക് ഭാരമാണ്. അവരെ നീതിന്യായ കോടതി തന്നെ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചേക്കാം, നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നതല്ലേ ഭൂമിക്ക് കൂടുതൽ സമാധാനവും, അതുപോലെ തന്നെ സമാധാനവും മാത്രമല്ല ശാന്തിയും, അതുപോലെ തന്നെ പൗരൻ്റെയും ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം ഉറപ്പാക്കുന്നത് അല്ലേ? നായ്ക്കളെ, പേ പിടിച്ച നായ്ക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ അല്ലേ മനുഷ്യൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത്? അപ്പോൾ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും, ഇന്ത്യ ഗവൺമെൻറ് അല്ല ചെയ്തിരിക്കുന്നത്, ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ല കാര്യം തന്നെയാണ്. ഇവർക്ക് കൊല്ലാനുള്ള അവകാശവും ഉണ്ട്. അതേസമയം ഇവരെ കൊല്ലുന്നവർ തെറ്റുകാരെന്നും വരുന്നത് ശരിയല്ല. ഇവർ തെറ്റുകാരാണെന്ന് ആദ്യം സമ്മതിക്കുക, എന്നിട്ട് വേണം ഇവരെ കൊല്ലുന്നവർ തെറ്റുകാരെന്ന് കരുതാൻ. അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ കാവ്യനീതി? അങ്ങനെ തന്നെയാണ് നമ്മുടെ നിയമത്തിൻ്റെ വഴി. എന്തായാലും ശരി, കാവ്യനീതി എന്ന് പറയുന്നത് അത് കാരണം തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. അതായത് വാളെടുത്തവൻ വാളാൽ മരിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഒരു നീതി അവിടെ ആവശ്യമുണ്ട്. അതുപോലെ ഇനി ഒരു കാര്യം കൂടി പറയാം എന്ന് മാത്രമല്ല, ഇപ്പോൾ ട്രംപാണ് വരുന്നത്. ട്രംപ് കാനഡയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. അദ്ദേഹം കാനഡ വേണമെങ്കിൽ അമേരിക്കയുടെ സംസ്ഥാനമായി മാറി. അത്ര സ്ഥാനമേ, ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്നുള്ള സ്ഥാനം കിട്ടാൻ പോകുന്നില്ല. ഇപ്പം തന്നെ സാമ്പത്തികമായി ആടി ഉലഞ്ഞു നിൽക്കുന്ന, രാഷ്ട്രീയമായി ഉലഞ്ഞു നിൽക്കുന്ന ഈ കനേഡിയൻ ഭരണകൂടത്തിന് പക്ഷേ ഭാഗ്യവശാൽ ഇനി ഭരണത്തിൽ വരാൻ പോകുന്നത് ഇന്ത്യയുടെ ആഭിമുഖ്യമുള്ള ഈ സിഖുകാരെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഗവൺമെൻറ് ആയിരിക്കും.